PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LP-UP ഇൻ്റർവ്യൂവിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ലെങ്തി ക്ലാസ്സാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് LP-UPയിൽ സൈക്കോളജിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ തവണ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സാധാരണ ചോദിച്ചിട്ടുള്ളതും ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂകളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള LP-UPയുടെ ഒരു ക്ലാസ് റൂമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സൈക്കോളജി പരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരൊറ്റ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇൻ്റർവ്യൂവിന് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടുപഠിക്കുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കാണുന്ന പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ദിവസമേ LP-UP ഇൻ്റർവ്യൂവിന് പഠിക്കാനുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യുമെന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നല്ല കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാൻ സമഗ്രമായി തയ്യാറാക്കിയ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ. കൂടാതെ LP-UP ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള 10 മോഡൽ എക്സാമും നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്കോ മോഡൽ എക്സാമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ LP-UP ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ലഭിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് LP-UPക്ക് വേണ്ടിയിട്ട്. പാർക്കിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാ സൈക്കോളജി ചോദിക്കാൻ മുഴുവൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരൊറ്റ വീഡിയോയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പഠനം എന്ന വാക്കിനർത്ഥം വ്യവഹാരത്തിലെ മാറ്റമെന്നാണ്. എന്താണ് പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ്? വ്യവഹാരത്തിലെ മാറ്റമാണ്. ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ക്ലാസ് മുറികളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ വ്യവഹാരത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പഠനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വ്യവഹാരത്തിലുണ്ടാകുന്ന ഈ ഒരു മാറ്റത്തിന് ഓരോ കുട്ടിയുടെയും ക്ലാസ് മുറികൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതാണ്. ക്ലാസ് മുറിയിൽ പഠനത്തിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ്? അധ്യാപകർ, പാഠ്യവസ്തുക്കൾ, അതുപോലെ തന്നെ പഠനാന്തരീക്ഷം. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന് അധ്യാപകർ, പാഠ്യവസ്തുക്കൾ, പഠന അന്തരീക്ഷം എന്നിവയാണ്. കുട്ടികൾക്ക് നല്ലൊരു പഠന അന്തരീക്ഷം സജ്ജീകരിച്ച് നൽകുക എന്നത് അധ്യാപകരുടെ ധർമ്മമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് ആരുടെ ധർമ്മമാണ്? അധ്യാപകരുടെ ധർമ്മമാണ്. അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധ തിരിച്ചറിയുക എന്ന ആവശ്യകതയാണ്. അപ്പോൾ നമ്മൾ എന്താണ്, കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ആ ഒരു കാര്യത്തെ പഠിക്കാൻ തയ്യാറാണോ എന്ന തിരിച്ചറിയാനുള്ള കഴിവ് ആർക്ക് വേണം? അധ്യാപകർക്ക് വേണം. അതല്ല, കുട്ടിക്ക് ആ സമയത്ത് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല കുട്ടി ഇരിക്കുന്നതെങ്കിൽ അത് തിരിച്ചറിയാനുള്ളൊരു ഒരു അവസ്ഥയും ആർക്ക് വേണം? അധ്യാപകർക്ക് വേണം. അപ്പോൾ പഠനം എന്ന വാക്കിന് അർത്ഥം എന്താണ്? വ്യവഹാരത്തിലെ മാറ്റം എന്നാണ്. എന്തെന്നാണ്? വ്യവഹാരത്തിലെ മാറ്റം എന്നാണ് പഠനം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ക്ലാസ് മുറിയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ക്ലാസ് മുറിയിൽ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അധ്യാപകർ, പാഠ്യവസ്തുക്കൾ, പഠന അന്തരീക്ഷം എന്നിവയാണ്. കുട്ടികൾ നല്ലൊരു പഠന അന്തരീക്ഷം സജ്ജീകരിച്ചു നൽകുക എന്ന് പറയുന്നത് ആരുടെ ധർമ്മമാണ്? അധ്യാപകരുടെ ധർമ്മമാണ്. അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധ തിരിച്ചറിയുക എന്നതും എന്താണ്? ആവശ്യകതയാണ്. ഇനി ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന പഠന പ്രക്രിയ, ക്ലാസ് മുറിയിൽ ആ ഒരു പഠന പ്രക്രിയ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അധ്യാപക കേന്ദ്രീകൃത പഠനവും മറ്റൊന്ന് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം. എന്നൊക്കെയാണ് ക്ലാസ് മുറിയിൽ രണ്ട് പഠന രീതികൾ. ഒന്ന് അധ്യാപക കേന്ദ്രീകൃത പഠനവും മറ്റൊന്ന് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനവുമാണ്. പഠന പ്രക്രിയയിൽ അധ്യാപക പ്രാധാന്യം നൽകുന്ന പഠനമാണ് ഏത്? അധ്യാപക കേന്ദ്രീകൃത പഠനം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, അധ്യാപകനാണ് എവിടെ ഇമ്പോർട്ടൻസ്? അധ്യാപക കേന്ദ്രീകൃത പഠനത്തിൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? അധ്യാപകനാണ്. അതിന് കുറച്ച് ഉദാഹരണം പറയുവാണെങ്കിൽ ലെക്ചർ രീതി, ഡെമോൺസ്ട്രേഷൻ രീതിയൊക്കെ എന്തിനു ഉദാഹരണമാണ്? അധ്യാപക കേന്ദ്രീകൃത പഠനത്തിന് ഉദാഹരണമാണ്. ഇനി പഠന പ്രക്രിയയിൽ കുട്ടികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ അത്തരത്തിലുള്ള പഠന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം എന്ന് വിളിക്കുന്നത്. ആ വാക്കിൽ തന്നെ ഉള്ള വിദ്യാർത്ഥിക്കാണ് എവിടെ ഇമ്പോർട്ടൻസ്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിന് ഇമ്പോർട്ടൻസ്. ഈ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിൽ അധ്യാപകന്റെ റോൾ എന്താണ്? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ എന്താ സുഹൃത്തായോ വഴികാട്ടിയായോ ഒക്കെ നിൽക്കുകയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിൽ അധ്യാപകൻ ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിൽ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ പ്രൊജക്ട് രീതി, ചർച്ചാ രീതിയൊക്കെ എന്തിനു
ഉദാഹരണമാണ്? വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ? അധ്യാപക കേന്ദ്രീകൃത പഠനവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനവും. അധ്യാപക കേന്ദ്രീകൃത പഠനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് അധ്യാപകനാണ്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ലെക്ചർ മെത്തേഡും ഡെമോൺസ്ട്രേഷൻ രീതിയുമാണ്. ഇനി വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വിദ്യാർത്ഥികൾക്കാണ്. അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുന്നത്. വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനത്തിന് ഉദാഹരണം ഏതാണ്? പ്രൊജക്റ്റ് രീതിയും ചർച്ചാ രീതിയും. പഠന പ്രക്രിയ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു പഠന പ്രക്രിയ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, അഭിപ്രേരണ എന്നിവയൊക്കെ എന്താണ്? പഠന പ്രക്രിയ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠന പ്രക്രിയ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ കായിക പോരായ്മകൾ, അഭിപ്രായ വികസന വൈകല്യങ്ങൾ, അപസംയോജനം എന്നിവയ്ക്ക് എന്താണ്? പഠന പ്രക്രിയ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. പാഠ്യവസ്തുവിന്റെ ദൈർഘ്യവും കാഠിന്യം, അർത്ഥപൂർണ്ണത എന്നിവ ക്ലാസ്സിൽ പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതൊക്കെ കൂടാതെ വേറെ എന്തൊക്കെ ഘടകങ്ങളോട് സ്വാധീനിക്കുന്നുണ്ട്? പാഠ്യവസ്തുവിന്റെ ദൈർഘ്യവും കാഠിന്യം, അർത്ഥപൂർണ്ണത എന്നിവയൊക്കെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠന പ്രക്രിയയുടെ ഇടയിൽ ഉണ്ടാകുന്ന പഠന ബുദ്ധിമുട്ടുകൾ മാറാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ്? പഠന പ്രക്രിയ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പഠന പ്രക്രിയയിൽ? പ്രായം, ആ കുട്ടിയുടെ മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, അഭിപ്രേരണ. ഇനി പഠന പ്രക്രിയ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തൊക്കെയാണ്? സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, അഭിപ്രേരണ എന്ന് പറയുന്നത്. ഇനി പഠന പ്രക്രിയ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കായിക പോരായ്മകൾ, അഭിപ്രായ വികസന വൈകല്യങ്ങൾ, അപസംയോജനം എന്നിവ. ഇനി പാഠ്യവസ്തുവിന്റെ ദൈർഘ്യവും കാഠിന്യവും അർത്ഥപൂർണമായിട്ടുള്ള പാഠ്യവസ്തുവാണെങ്കിൽ ഒക്കെ എന്താണ്? അതൊക്കെ ഒരു ക്ലാസ് മുറിയിലെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പഠന പ്രക്രിയയിൽ ഇടയിൽ ഉണ്ടാകുന്ന പഠന ബുദ്ധിമുട്ടുകൾ മാറാനായിട്ട് കുട്ടിയെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരുപാട് ലെങ്തി ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അവർ കുറേ നേരം കേട്ടിരിക്കുമ്പോൾ അവർക്ക് ചെറിയ എന്താ പറയുക ഒരു ഡിസ്കംഫേർട്ടൊക്കെ തോന്നൂല്ലേ? കുറേ നേരം കേട്ടിരിക്കുമ്പോൾ പിള്ളേർ മടുക്കും. അങ്ങനെ കുറേ മടുപ്പുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒന്ന്, ആവശ്യത്തിന് ഇടവേളകൾ നൽകുക. കുറച്ച് പോർഷൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കേ എന്നൊക്കെ ഒന്ന് പറയുക. അതുപോലെ പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുക. അപ്പോൾ ഇതിന് ഉത്തരം ഒന്ന് ഇന്ന ആൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഒന്ന് ഇന്ന ആൾ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ചർച്ച നടത്തിയാലോ, അങ്ങനെ പറഞ്ഞൊരു ഇൻട്രസ്റ്റിങ്ങിലോടുകൂടി ഈ പഠന കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുക. ക്ലാസ് റൂമിൽ പഠിതാക്കളെ 3 രീതി തരംതിരിക്കാം. ഒരു ക്ലാസ് റൂമിലെ പഠിതാക്കളെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. ഏതൊക്കെ? കണ്ടുപഠിക്കുന്നവരുണ്ടാവും. ഇപ്പം നമ്മളൊരു ഒരു സ്ഥലത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു മാപ്പോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവൻ്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡലോ സ്റ്റിൽ മോഡലോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ആ മോഡൽ വെച്ചുകൊണ്ട്, ആ മാപ്പ് വെച്ചുകൊണ്ടൊക്കെ പറയുമ്പോൾ എന്താണ്? അത് കണ്ടുപഠിക്കുന്നവർ കുറച്ചുകൂടെ കൂടി ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കേട്ട് പഠിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു മോഡൽ പോലും ഇല്ലെങ്കിലും ടീച്ചർ പറയുന്ന ലെക്ചർ മെത്തേഡ് ശ്രദ്ധിച്ച് അത് കേട്ട് പഠിക്കുന്നവരുണ്ടാവും. ഇനി കുറേ ആക്ടിവിറ്റിയിലൂടെ പ്രവർത്തിച്ച് പഠിക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ കുറേ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നു, ആ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ 3 രീതിയിലാണ് ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ ഉള്ളത്. ഏതൊക്കെ? കണ്ടുപഠിക്കുന്നവർ, കേട്ടുപഠിക്കുന്നവർ, പ്രവർത്തിച്ച് പഠിക്കുന്നവർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോധന തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. ബോധന തന്ത്രങ്ങളെ കുറിച്ച് നോക്കാം. മറ്റുള്ളവരുടെ അറിവിലേക്ക് നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചക വിവരണവുമായ ബോധനതന്ത്രമാണ് വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വിവരിക്കുമ്പോൾ എന്താണ്? അത് കഥാരൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് നമ്മൾ ആ ഒരു കാര്യത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നതായിരിക്കുമല്ലോ. അത്തരത്തിലുള്ള ബോധനതന്ത്രത്തെയാണ് എന്ന് വിളിക്കുന്നത് വിവരണം എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രിക്കുന്ന പ്രക്രിയയാണ് വർണ്ണനം എന്ന് വിളിക്കുന്നത്. വർണ്ണനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയ എന്തെന്ന് പേരിൽ അറിയപ്പെടുന്നു? വർണ്ണനം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിതാക്കളുടെ ചിന്തയെ ഉത്തേജിപ്പിച്ച് അവതരിക്കപ്പെട്ട പ്രമേയത്തിനുള്ള അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് വിശദ അവതരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിവരണം, വർണ്ണനം, വിശദ അവതരണം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വിവരണം എന്താണ്? മറ്റുള്ളവരുടെ അറിവിലേക്ക് നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചക വിവരണവുമായ ബോധന തന്ത്രത്തെയാണെന്ന് വിളിക്കുന്നത് വിവരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് നമ്മൾ ഒരു കഥ പോലെ പറയുന്നതോ അല്ലെങ്കിൽ എന്താണ് ഒരു കാര്യത്തിൻ്റെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ആ ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആ സിറ്റുവേഷൻ. അതിനെയാണ് വിവരണം എന്ന് വിളിക്കുന്നത്. ഇനി വർണ്ണനം എന്താണ്? ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ പദാർത്ഥത്തെയോ പ്രക്രിയയോ സംഭവത്തെയോ വാക്കുകളിലൂടെ
ചിത്രീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് വിളിക്കുന്നത് വർണ്ണനം എന്ന് വിളിക്കുന്നത്. ഇനി പഠിതാക്കളുടെ ചിന്തയെ ഉത്തേജിപ്പിച്ച് അവതരിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് ഇത് വിശദ അവതരണം എന്ന് വിളിക്കുന്നത്. ഇനി പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷമോ അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയാണ് പുനരവലോകനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു ടോപ്പിക്ക് എന്ന് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ആ ഒരു ടോപ്പിക്കിനെ തന്നെ പഠിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ന് വിളിക്കുന്നത് പുനരവലോകനം എന്ന് വിളിക്കുന്നത്. വ്യക്തിയുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വച്ച് തമ്മിൽ സന്മാർമ്മത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്ത രീതിയാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ടി വിയിലോ കണ്ടിട്ടുണ്ടാവില്ലേ ഈ പാനൽ ചർച്ച എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെയും പഠിതാക്കളുടെ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, പാനലുകളായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഇരുന്ന് ഒരു പാനലായിട്ട് ചർച്ച ചെയ്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാനൽ ചർച്ച എന്ന് വിളിക്കുന്നത്. ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, തട്ടങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് എന്ന് വിളിക്കുന്നത് സംഘചർച്ച എന്ന് വിളിക്കുന്നത്. എന്താണ് സംഘചർച്ച? ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, തട്ടങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് എന്ത് വിളിക്കുന്നത്, സംഘചർച്ച എന്ന് വിളിക്കുന്നത്. ഇനി ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ചു കാണിക്കുന്നതാണ് നാടകാവിഷ്കരണം. അപ്പോൾ എന്താണ്, എന്തൊരു കാര്യത്തെ ഒന്ന് അഭിനയിച്ചു കാണിക്കുകയാണെങ്കിൽ നാടകാവിഷ്കരണം എന്ന് വിളിക്കുന്നു. സ്വതന്ത്രമായിട്ട് ഏതൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനെ സംഘചർച്ച എന്ന് വിളിക്കുന്നു. പാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് കേൾവിക്കാരുടെ മുമ്പിൽ രണ്ട് പാനലുകളായിട്ട് തിരിഞ്ഞ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പാനൽ ചർച്ച എന്ന് പറയുന്നു. ഏതൊരു ടോപ്പിക്ക് പഠിക്കാനെടുത്ത് അതിനെക്കുറിച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുകയും പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു, പുനരവലോകനം എന്ന് വിളിക്കുന്നു. ഇനി ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ് റോൾ പ്ലേയിങ് എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയോ സംഘം ആളുകളുടെയോ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങളെ അതേപടി അനുകരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, റോൾ പ്ലേയിങ് എന്ന് വിളിക്കാം. ബ്രെയിൻ സ്റ്റോമിങ്ങിനെ കുറിച്ച് നോക്കാം. സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായി യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകൾ കുത്തിയിരിപ്പുകൾ ആശയങ്ങളുടെ കൊടുങ്കാറ്റുകൾ പോലെ വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിലൂടെ ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ഫലപ്രദമാകുന്നത്. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേരുടെ കുഞ്ഞു സംഘം ആളുകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ആ പ്രശ്നത്തെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. ആ പാനലിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിലുള്ള മുഴുവൻ ആളുകളും അവരുടേതായ ഒപ്പീനിയനുകളും അവരുടേതായിട്ടുള്ള പ്രശ്ന നടപടികളും ഒക്കെ ഇതിനെക്കുറിച്ച് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുകയും അവരുടെ ആശയങ്ങൾ എന്താണ്, ഓരോരുത്തരോരോ പോയിന്റ് പറയുന്നു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇന്ന പ്രശ്നങ്ങൾ അവരുണ്ട്, അപ്പോൾ അടുത്ത ആൾ പറയുന്നു ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ അവരുടേതായ ഓരോ വ്യക്തിയുടെയും സൈഡിൽ നിന്ന് ഓരോരോ അഭിപ്രായങ്ങൾ വരിക. അപ്പോൾ ഒരാളുടെ അഭിപ്രായം കേൾക്കും മറ്റൊരാൾക്ക് വേറൊരു അഭിപ്രായം തോന്നുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആശയങ്ങളുടെ ഒരു വിസ്ഫോടനം തന്നെയാണ് എവിടെ സംഭവിക്കുന്നത്, ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ സംഭവിക്കുന്നത്. ഈ ബ്രെയിൻ സ്റ്റോമിങ് എപ്പോഴും ഫലപ്രദമാകുന്നത് ചെറിയ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ആളുകളുടെ ഇടയിലായിരിക്കും. കാരണം എന്താണ്, ഓരോ വ്യക്തിക്കും അതിൻ്റേതായ വ്യത്യസ്ത അഭിപ്രായങ്ങളും മനോഭാവം ഉള്ളവരൊക്കെ ആയിരിക്കില്ല. അപ്പോൾ ഒരു വലിയൊരു പാനലാണെങ്കിൽ ആ വലിയ പാനലിലുള്ള ആൾക്കാർക്കും എന്താണ് ഓരോരോ അഭിപ്രായങ്ങൾ കാണും. പക്ഷെ അതിനൊരു കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ വലിയ പാനലിലുള്ള ആൾക്കാരെ വെച്ച് ബ്രെയിൻ സ്റ്റോമിങ് നടത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് മാത്രമേ ബ്രെയിൻ സ്റ്റോമിങ് സ്യൂട്ടബിൾ ആകൂ എന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മൾ ബസ് ഗ്രൂപ്പുകൾ എന്താണെന്ന് നോക്കാം. പ്രത്യേക ആസൂത്രണം ഒന്നും കൂടാതെ തിരക്കിട്ട് സംഘചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗമാണ് ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ചർച്ചകളിലും ഇന്ന സമയത്ത് നമുക്ക് ഇന്ന ചർച്ച നടത്താം, ഇന്നതാണ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും. പക്ഷേ ഈ ബസ് ഗ്രൂപ്പുകൾക്ക് എന്താണ്, പെട്ടെന്ന് അടിയന്തരമായിട്ട് ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ബസ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. വിദ്യാർത്ഥികളെ ആവിഷ്കരണം, പാഠവും പ്രശ്നപരിഹാര നൈപുണ്യവും ക്രിയാത്മക ചിന്തയും എന്നിവ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. കാരണം എന്താണ്, ഇതൊരു പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ആശയങ്ങൾ, എന്താണ് പ്രശ്നപരിഹാര നൈപുണ്യം ഒക്കെ വളർത്തിയെടുക്കാൻ എന്തിലൂടെ സാധിക്കും, ഈ ബസ് ഗ്രൂപ്പിലൂടെ സാധിക്കും. അധ്യാപകർ പാഠ്യവസ്തുതയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ അനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബോധന രീതിയാണ് ബസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപക പാഠ്യയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ
എന്ത് ചെയ്യുന്നു, അനുകാലിക പ്രശ്നങ്ങൾ മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങൾ പരമാവധി പ്രയോജനപ്പെടുന്ന ബോധന രീതി ബസ് ഗ്രൂപ്പാണ്. കാരണം എന്താണ്, ക്ലാസ്സിൽ ടോപ്പിക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയും എന്നാൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തേ, ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിനുമുമ്പ് അല്ലാതെ പിറ്റേ ദിവസം ടീച്ചർ പറയുന്നില്ല ഇന്ന ടോപ്പിക്ക് നമ്മൾ നാളെ ചർച്ച ചെയ്യുമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ പ്രീ പ്ലാൻഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സഡനായിട്ടൊക്കെ ഒരു ചർച്ച ക്ലാസ്സിൽ നടത്താനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ബസ് ഗ്രൂപ്പുകൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സിംബോസിയം എന്ന് പറയുന്നത്. 2 അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിനാണ് സിംബോസിയം എന്ന് വിളിക്കുന്നത്. സിംബോസിയമാണ് 2 അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സിംബോസിയം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, 2 അതിലധികം വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റുമായി അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം തയ്യാറാക്കുന്നു. എന്നിട്ട് അവരുടേതായ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യുന്നു, ആ പ്രബന്ധം അവതരിപ്പിക്കുന്നു. പ്രബന്ധം അവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് 2 അതിലധികം ആൾക്കാർ സ്വന്തമായിട്ട് പ്രബന്ധം തയ്യാറാക്കി അവർ സദസ്യർക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു. അപ്പോൾ സദസ്യർക്ക് ഓരോരുത്തരുടെയും പ്രബന്ധം കേട്ടതിന് ശേഷം ഒരു ടൈം പീരീഡ് അനുവദിക്കും. ആ ടൈം പീരീഡിൽ ഈ കേട്ടിരിക്കുന്നവർക്ക് ഇവർ അവതരിപ്പിച്ച ഈ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചോദ്യം ചോദിക്കുകയും ഈ സിംബോസിയം അവതരിപ്പിച്ച ഏത് വ്യക്തിയാണോ അവതരിപ്പിച്ചത് അവർക്ക് അതിന് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡും ഈ ഒരു സിംബോസിയത്തിൽ ഉണ്ടായിരിക്കും. ഈ നെക്സ്റ്റ് വണ്ണാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് ഒരു ന്യൂനത രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെ പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രസംഗം നടത്തുകയും വായിക്കുകയും ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു മെത്തേഡാണ് ഈ വർക്ക്ഷോപ്പ്. പ്രത്യേക വിഷയങ്ങളെ പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രസംഗം നടത്തുകയും വായിക്കുകയും ചെയ്യുന്ന രീതിയാണ് വർക്ക്ഷോപ്പ് എന്ന് വിളിക്കുന്നത്. വർക്ക്ഷോപ്പ് നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളർത്തുന്നു. വർക്ക്ഷോപ്പിലൂടെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, നേതൃത്വ പാഠം ഉണ്ടാക്കാനും സഹകരണ മനോഭാവം വളർത്താനും ഒക്കെ വർക്ക്ഷോപ്പ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ ഏതൊക്കെയാണ്? വർക്ക്ഷോപ്പിലെ പ്രധാനപ്പെട്ട ബോധന ഉപായങ്ങൾ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കൽ കുറിപ്പ് തയ്യാറാക്കൽ എന്നിവയൊക്കെ എന്താണ്, വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങളാണ്. വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കൽ, കുറിപ്പ് തയ്യാറാക്കൽ എന്നിവയൊക്കെ എന്താണ്, വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കൽ, കുറിപ്പ് തയ്യാറാക്കൽ എന്നിവയൊക്കെ വർക്ക്ഷോപ്പിലെ പ്രധാനപ്പെട്ട ബോധന തന്ത്രങ്ങളാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂനത രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെ പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പ്രസംഗം നടത്തുകയും വായിക്കുകയും ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പിന് നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളർത്തുന്നു. വർക്ക്ഷോപ്പിന് എന്തിനു സഹായിക്കുന്നു? നേതൃത്വ പാഠവും സഹകരണ മനോഭാവവും വളർത്തുന്നതിന് വർക്ക്ഷോപ്പ് സഹായകമാകുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കൽ, കുറിപ്പ് തയ്യാറാക്കൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ബോധന ഉപായങ്ങളാണ്. ഇനി നമ്മൾ ബോധന ആസൂത്രണത്തെക്കുറിച്ച് നോക്കാം. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധന ആസൂത്രണ രീതിയാണ് ഏകാകസൂത്രണം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പ്രത്യേക യൂണിറ്റ്, ഏകാകം എന്ന് വെച്ചാൽ ഒന്നിനു വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിറ്റിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ബോധന ആസൂത്രണ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏകാകസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏകാകസൂത്രങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും, പാഠ അപഗ്രന്ഥനം, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം. അപ്പോൾ ഏകാകസൂത്രണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും, പാഠ അപഗ്രന്ഥനം, പഠന അനുഭവങ്ങൾ, മൂല്യനിർണ്ണയം എന്നിവ ശ്രദ്ധിക്കണം. ഇനി ഒരാണ്ടിലേക്കുള്ള പാഠങ്ങൾ സമഗ്രമായി ആസൂത്രണം ചെയ്യുന്നതാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് മാത്രം അടുപ്പിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അതിന് ഏകാകസൂത്രണം എന്ന് വിളിക്കുന്നു. വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആണ്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വാർഷിക ആസൂത്രണം എന്ന് വിളിക്കുന്നത്. ഒരു വിദ്യാലയത്തിലോ ഒരേ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടമായോ ചർച്ച ചെയ്ത് പല വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കുന്നതാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിനാണ് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു വിദ്യാലയത്തിൽ ഒരേ വിഷയം കൈകാര്യം ചെയ്യുന്ന 1-2 ടീച്ചേഴ്സോ അല്ലെങ്കിൽ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സോ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഒരുമിച്ചിരുന്നൊക്കെ ആയിരിക്കും എന്ത് തയ്യാറാക്കുന്നത്? ഈ വാർഷിക ആസൂത്രണം തയ്യാറാക്കുന്നത്. ഇനി ബോധന ഘട്ടങ്ങളെക്കുറിച്ച് നോക്കാം. പഠന അനുഭവങ്ങൾ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നതെന്ന് ഫിലിപ്പി W. ജാക്സൺ അഭിപ്രായപ്പെടുന്നു.
അപ്പോൾ എന്താണ്, പഠനാനുഭവങ്ങൾ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. ആരുടെ അഭിപ്രായമാണ്? ഫിലിപ്പ് ഡബ്ല്യു ജാക്സന്റെ അഭിപ്രായമാണ്. ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പ് അധ്യാപകൻ നടത്തുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഉൾക്കൊള്ളുന്ന ബോധന ആസൂത്രണമാണ് പ്രാങ്ക് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പ് ഒരു അധ്യാപകൻ ആ ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുന്ന ആ ഒരു ബോധന ആസൂത്രണ ഘട്ടത്തെ പ്രാങ്ക് പ്രവർത്തന ഘട്ടമെന്ന് വിളിക്കുന്നു. വിഷയ അവതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ് ബോധനവുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ബോധന ഘട്ടമാണ് പ്രവർത്തന ഘട്ടമെന്ന് വിളിക്കുന്നത്. ക്ലാസ് റൂമും ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടമാണ് പ്രവർത്തനാനന്തര ഘട്ടം. അപ്പോൾ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഘട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രവർത്തനാനന്തര ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രവർത്തനാനന്തര ഘട്ടത്തിൽ വാചിക പരീക്ഷയോ എഴുത്തു പരീക്ഷയോ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്താവുന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും? പ്രവർത്തനാനന്തര ഘട്ടത്തിന് ശേഷം കുട്ടികൾ കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ നടത്തുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പ് അധ്യാപകർ നടത്തുന്ന തയ്യാറെടുപ്പുകൾ ഉൾക്കൊള്ളുന്ന ബോധന സൂത്രണമാണ് എന്താണ്, പ്രീ പ്ലാൻ ഘട്ടം അല്ലെങ്കിൽ പ്രാങ്ക് പ്രവർത്തന ഘട്ടം എന്ന് വിളിക്കുന്നത്. വിഷയ അവതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനവും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സിൽ ബോധനവുമായി ബന്ധപ്പെട്ട് അധ്യാപനം നടത്തുന്ന എല്ലാ പ്രവർത്തനവും ഉൾപ്പെടുന്നതാണ് ബോധന ഘട്ടമാണ് പ്രവർത്തന ഘട്ടം എന്ന് വിളിക്കുന്നത്. പിന്നെ ക്ലാസ് റൂം ബോധന അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടം പ്രവർത്തനാനന്തര ഘട്ടം എന്ന് പറയുന്നു. അപ്പോൾ പ്രവർത്തനാനന്തര ഘട്ടത്തിൽ എന്ത് ചെയ്യാം? കുട്ടികൾ പഠിച്ചത് കറക്റ്റായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദ്യം ചോദിക്കുകയോ എഴുതിച്ച് നോക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി വിഭവ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അധ്യാപകരും മറ്റു വിദ്യാർത്ഥി വീക്ഷകരുടെയും തയ്യാറാക്കുന്നത്. വിഭവ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകരും അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസ വീക്ഷകരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ് എന്ന് പറയുന്നത്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്ത് നൽകുന്ന രൂപരേഖ. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നൽകുന്ന രൂപരേഖയാണ് വിഭവ യൂണിറ്റ്. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, അതുപോലെ ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠന അനുഭവങ്ങൾ, പഠന വിവരങ്ങളുടെ ശേഖരണം, പ്രശ്നം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ എന്നിവയാണ് വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിഭവ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യാപകരും മറ്റു വിദ്യാഭ്യാസ വീക്ഷകരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്ത് നൽകുന്ന രൂപരേഖ എന്തെന്ന് വിളിക്കുന്നു? വിഭവ യൂണിറ്റ് എന്ന് വിളിക്കുന്നു. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠന അനുഭവങ്ങൾ, പഠന വിവരങ്ങളുടെ ശേഖരണം, പ്രശ്നം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ എന്നിവയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ആ ഒരു പാഠഭാഗത്തെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. 40 മുതൽ 45 മിനിറ്റുള്ള ഒരു പീരീഡിലേക്ക് തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠനബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ പാഠഭാഗങ്ങളുടെ ബോധന സാധ്യമാകുന്നതാണ് പാഠാസൂത്രണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പാഠാസൂത്രണം എന്ന് പറയുന്നത്? 40 മുതൽ 45 മിനിറ്റ് വരെ എന്താണ് പീരീഡിലേക്ക് തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠനബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള പാഠഭാഗങ്ങളെ കൃത്യമായി ബോധന സാധ്യമാകുന്നതാണ് ഏത്? പാഠാസൂത്രണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായ മനോചിത്രീകരണമാണ് പാഠഭാഗമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? GH ഗ്രീനിയാണ്. അപ്പോൾ ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായിട്ടുള്ള മനോചിത്രീകരണമാണ് പാഠാസൂത്രണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? GH ഗ്രീനിയാണ്. ഇനി ആത്മവിശ്വാസത്തോടെ ക്ലാസ് റൂമിനെ അഭിമുഖീകരിക്കാൻ മികച്ച പാഠാസൂത്രണം സഹായിക്കും. അപ്പോൾ എന്താണ്? ഒരു അധ്യാപകൻ നല്ല രീതിയിലായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെയുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി അധ്യാപകൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ അധ്യാപകൻ നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യാൻ സാധിക്കും? ആ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പാഠാസൂത്രണം കൊണ്ട് ഇതിനകത്ത് പറയുന്നത്. പാഠഭാഗം രസകരമായി അവതരിപ്പിക്കാനും പുതിയ ബോധന രീതികൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും പാഠാസൂത്രണം സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ട് പറഞ്ഞ പാഠാസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധ്യാപകൻ ഒരു പീരീഡ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ആ പാഠത്തെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്തു വരുന്നു. എങ്ങനെ ആ പാഠം പഠിപ്പിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ സാമഗ്രികൾ, അത് എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ ആ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അധ്യാപകൻ്റെ കയ്യിൽ വേണം. അതായത് മാപ്പ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിൽ മോഡൽ വേണോ, വർക്കിംഗ് മോഡൽ വേണോ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കണോ, അങ്ങനെ കൃത്യമായിട്ട് 40-45 മിനിറ്റുള്ളൊരു ക്ലാസ് എടുക്കാൻ അധ്യാപകൻ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ല രസകരമായിട്ടും കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ആ ഒരു ടോപ്പിക്ക് എത്താൻ വേണ്ടിയിട്ട് അധ്യാപകൻ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. അതിനെയാണ് സിമ്പിളായിട്ട് പാഠാസൂത്രണം എന്ന് പറയുന്നത്. ഇനി ബോധന
എന്താണ് ബോധന സാമാന്യ രീതികളെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബോധന സാമാന്യ രീതികൾ വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്നുള്ളതാണ്. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, അതായത് ഫ്രം നോൺ ടു അൺനോൺ ആണ് അല്ലേ. കുട്ടികൾ സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തതിലേക്ക് മുന്നേറുന്ന രീതി. അപ്പോൾ എങ്ങനെയാണ് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് മുന്നേറുന്ന രീതിയാണ് എന്ത്, അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കെന്ന് പറയുന്നത്. അടുത്തത് ലളിതമായവയിൽ നിന്ന് സങ്കീർണമായതിലേക്ക്, അതായത് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് എന്ത്, ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് എന്ന് പറയുന്നത് അല്ലേ. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ലളിതമായ കാര്യങ്ങൾ തുടങ്ങി വേണം സങ്കീർണമായതിലേക്ക് നീങ്ങുവാനായിട്ട്. അപ്പോൾ ലളിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, സങ്കീർണമായതിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ആദ്യമായിട്ടൊരു മാത്തമാറ്റിക്കിൻ്റെ കണക്ക് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നേരെ തന്നെ ഒരു ഫോർമുല ഉപയോഗിച്ച് കണക്കാണോ ചെയ്യുന്നത്? അല്ല. ആദ്യം കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം സംഖ്യകൾ പഠിക്കുന്നു, പിന്നെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ പഠിക്കുന്നു, പിന്നെയാണ് ഫോർമുലയിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം എന്തിലേക്ക് പോകാനായിട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യത്തിലേക്ക് പോകാനായിട്ട്. അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികൾ സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും എന്തിലേക്ക് പോകുന്നത്, അറിയാത്തവയിലേക്ക് മാറുന്ന രീതി. ഇനി അടുത്തമായി നോക്കാം, മൂർത്തമായവയിൽ നിന്ന് അമൂർത്തമായവയിലേക്ക് വസ്തുക്കൾ ആദ്യം വാക്കുകൾ പിന്നീടും എന്ന രീതിയിൽ ഇവിടെ അവലംബിക്കേണ്ടത്. കുട്ടികളുടെ പഠനം ആരംഭിക്കേണ്ടത് മൂർത്തമായ വസ്തുക്കളിൽ നിന്നാണ്. എന്താണ്, ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആദ്യം ആരംഭിക്കേണ്ടത്. അപ്പോൾ കുട്ടികളുടെ ആദ്യമായി വാക്കുകളിൽ നിന്ന് ആദ്യം വാക്കുകൾ പിന്നീടും എന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഇനി അടുത്തത് പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായിലേക്ക്, എന്താണ്, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ ആണ് ഇവിടെ വരുന്നത്. കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങൾ എത്തിച്ചേരുന്ന പഠന രീതി. കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, പ്രത്യേകമായവയിൽ നിന്ന് സാമാന്യമായവയിലേക്ക്, അതായത് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ ആണ്. ഇനി അടുത്തത് ക്ലിപ്തമല്ലാത്തതിൽ നിന്ന് ക്ലിപ്തമായതിലേക്ക്, എന്താണ്, ക്ലിപ്തമല്ലാത്തതിൽ നിന്ന് ക്ലിപ്തം ആയതിലേക്ക്. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്ലോബുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ക്ലിപ്തമല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ക്ലിപ്തമായ വസ്തുക്കളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, എന്താണ്, ഗ്ലോബുകൾ തുടങ്ങിയവ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് അറിയാത്ത വസ്തുക്കളിൽ നിന്ന് അറിയുന്ന ആ ഒരു വസ്തുവുമായി കണക്ട് ചെയ്തിട്ട് അറിയുന്ന വസ്തുവിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് എന്ത്, ക്ലിപ്തമായവയിൽ നിന്ന് ക്ലിപ്തമല്ലാത്തതിൽ നിന്ന് ക്ലിപ്തമായവയിലേക്ക്. ഇനി മനഃശാസ്ത്രപരമായതിൽ നിന്ന് യുക്തിപരമായതിലേക്ക്, മനഃശാസ്ത്രപരമായതിൽ നിന്ന് യുക്തിമായതിലേക്ക് എത്തുന്നു. ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കലാണ്. കുട്ടികളുടെ താല്പര്യത്തിനും കഴിവിനും അതീതമായി വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് യുക്തിയുക്തമായ അവതരണ ശൈലിയാണ് ഏത്, മനഃശാസ്ത്രപരമായി നിന്നും യുക്തിയുക്തിയിലേക്കുള്ള അവതരണ ശൈലി എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ്, താല്പര്യത്തിനും കഴിവിനും അതീതമായി വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, യുക്തിപരമായിട്ടുള്ള അവതരണ ശൈലിയിലേക്ക് വരുന്ന രീതിയാണിത്. ഇനി അടുത്തെന്താണ്, മുഴുവനായവയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്, എന്താണ്, മുഴുവനായവയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ഭാഗികമായ പഠനത്തെക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ എന്താണ്, ഭാഗികമായ പഠനത്തെക്കാൾ യോജ്യമായത് മുഴുവനായിട്ടുള്ള സമീപനമാണെന്നാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങൾ ബാക്കിയായി പഠിക്കുന്ന രീതി. എന്ത് ചെയ്യുന്നു, തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണ് ഏത്, മുഴുവനായി നിന്ന് ഭാഗങ്ങളിലേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അപഗ്രന്ഥനത്തിൽ നിന്നും ഉദ്ഗ്രന്ഥനത്തിലേക്ക്. വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രന്ഥിച്ച് പൂർണ്ണമായി ആശയത്തിൽ എത്തിച്ചേരുന്ന രീതി. എന്താണ്, വ്യത്യസ്ത ഭാഗങ്ങളെ അപഗ്രന്ഥിച്ച് പൂർണ്ണമായിട്ട് ആശയത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് അപഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ഗ്രന്ഥനത്തിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, മുഴുവനായി നിന്ന് ഭാഗങ്ങളിലേക്ക് ഭാഗികമായ പഠനത്തെക്കാൾ യോജിതമായത് മുഴുവനായ സമീപനമാണെന്നുള്ള മനഃശാസ്ത്രം ഏതാണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. തത്വങ്ങൾ മുഴുവനായി സ്വാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണ് ഏത്, മുഴുവനായവയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് എന്ന് പറയുന്നത്. അപഗ്രന്ഥത്തിൽ നിന്ന് ഉപഗ്രന്ഥത്തിലേക്കുള്ള പ്രത്യേകത എന്താണ്, വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രന്ഥിച്ച് പൂർണ്ണമായി ആശയത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് ഏത്, അപഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ഗ്രന്ഥത്തിലേക്കെന്ന് പറയുന്നത്. അടുത്തത്
സമീപനാവസ്ഥയിൽ നിന്ന് വിദൂരമായതിലേക്ക് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കുട്ടികൾ തന്നെ അടുത്ത ചുറ്റുപാടിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതും അവരുടെ വിശാല പഠനം എളുപ്പമാക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? തൻ്റെ അടുത്തുള്ള ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്ന മൂലം അവരുടെ വിശാല പഠനം എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് യഥാർത്ഥമായതിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ളതിലേക്ക്. എന്താണ്? യഥാർത്ഥമായതിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ളതിലേക്ക്. യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മുതിർന്ന ക്ലാസ്സുകൾ യഥാർത്ഥമായവയ്ക്ക് പകരം മാതൃകളും ചിത്രങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ എളുപ്പമാക്കാനും ഗ്രഹിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ എന്താണ്, ഇപ്പോൾ താജ്മഹലിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ കാണിക്കുന്നതല്ലേ. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് പഠിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വലിയ ക്ലാസ്സുകളിലൊക്കെ എന്താണ്, അതിൻ്റെ കൃത്യമായ ചിത്രങ്ങളൊക്കെ അതുപോലെ തന്നെ മാതൃകളൊക്കെ വേണമെങ്കിൽ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. ഇനി ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിയാണ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ടാക്സോണമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിൽ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളുടെ ടാക്സോണമി പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചു. ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്ന ബ്ലൂമിൻ്റെ ടാക്സോണമി എന്നാണ്. അപ്പോൾ എന്താണ്? അമേരിക്ക ഷിക്കാഗോ സർവകലാശാലയിൽ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തു? രചിക്കുകയുണ്ടായി. ഈ ടാക്സോണമി പരാമർശിക്കപ്പെടുന്ന പേരിലാണ് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്ന പേരിലാണ്. ഇനി ബോധന ഉദ്ദേശങ്ങളുടെ 3 മേഖലകളെ വർഗീകരിക്കാം. അപ്പം ബോധന ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യാം? 3 മേഖലകളായിട്ട് വർഗീകരിക്കാം. ഒന്ന് വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃചാലക മേഖല. എന്തൊക്കെയാണ്? വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃചാലക മേഖല എന്നിങ്ങനെ എന്ത് ചെയ്യാം? ബോധന ഉദ്ദേശങ്ങളെ 3 മേഖലകളായിട്ട് നമുക്ക് വർഗീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോ മേഖലകളും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വൈജ്ഞാനിക മേഖലയാണ്. വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രന്ഥനം, ഉദ്ഗ്രന്ഥനം, മൂല്യനിർണ്ണയം. ഈ വൈകാരിക മേഖല എന്ന് പറയുന്നത് സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കൽ, സംഘാടനം, സ്വാഭാവിക ശൈലി, ഇത്രയുമാണ് വൈകാരിക മേഖലയിൽ വരുന്നത്. അപ്പോൾ വൈജ്ഞാനിക മേഖലയിൽ വരുന്ന എന്തൊക്കെയാണ്? അതായത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന എന്തൊക്കെയാണ്? വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രന്ഥനം, ഉദ്ഗ്രന്ഥനം, മൂല്യനിർണ്ണയം. വൈകാരിക മേഖലയിലോ അതായത് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന എന്തൊക്കെയാണ്? സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കൽ, സംഘാടനം, സ്വാഭാവിക ശൈലി. ഇനി ഒരെണ്ണം കൂടെ ഇല്ലേ? ഏതാണത്? മനഃചാലക മേഖല. അതിനകത്ത് വരുന്നത് ഇന്ദ്രിയ അനുഭൂതി, നില അഥവാ സന്നദ്ധത, മാർഗദർശിക പ്രതികരണം, പ്രവർത്തനതന്ത്രം, സങ്കീർണ ബാഹ്യ പ്രതികരണം, സംയോജനം, മൗലിക സൃഷ്ടി. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് മനഃചാലക മേഖലയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ മേഖലയിലും വരുന്ന ഓരോ സബ് പോയിന്റുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണെന്നാണ് നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഇനി അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭൗതിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളെയാണ് വൈജ്ഞാനിക മേഖല എന്ന് വിളിക്കുന്നത്. എന്താണ് വൈജ്ഞാനിക മേഖല? അറിവ് സംസ്കരിക്കുകയും നവീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭൗതിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വൈജ്ഞാനിക മേഖല എന്ന് വിളിക്കുന്നത്. ഇനി ആസ്വാദനം, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയും ബന്ധപ്പെട്ടുള്ള വൈകാരിക മനോഭാവം, അഭിലാഷണീയമായി പ്രഖ്യാപനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് വൈകാരിക മേഖല എന്ന് വിളിക്കുന്നത്. ആസ്വാദനം, താല്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരിക ഭാവങ്ങളുടെ അഭിലാഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? വൈകാരിക മേഖല എന്ന് വിളിക്കുന്നത്. കായികവും പ്രവർത്തനപരമായ നൈപുണ്യങ്ങളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളാണ് മനഃചാലക മേഖല എന്ന് വിളിക്കുന്നത്. അതായത് സൈക്കോമോട്ടോർ ഡൊമൈൻ. എന്താണ്? കായിക പ്രവർത്തനപരമായ നൈപുണ്യങ്ങളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് എന്താണ്? മനഃചാലക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. ഇനി മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് എന്ത്? വിജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്താണ് വിജ്ഞാനം എന്ന് പറയുന്നത്? മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയാണ് ആശയഗ്രഹണം. പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആശയഗ്രഹണം എന്ന പേരിൽ അറിയപ്പെടുന്നു.
പഠിച്ച കാര്യങ്ങൾ ന്യൂനതവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് പ്രയോഗം എന്ന് വിളിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രയോഗം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയാണ് അപഗ്രന്ഥനം എന്ന് വിളിക്കുന്നത്. എന്താണ്? പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയെ അപഗ്രന്ഥനം എന്ന് വിളിക്കുന്നു. മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പ്രശസ്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയെ ആശയഗ്രഹണം എന്ന് വിളിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ ന്യൂനതവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയെ പ്രയോഗം എന്ന് വിളിക്കുന്നു. പാഠ്യവസ്തുക്കളുടെ അവയുടെ ഘടനാ സ്വഭാവവും ഗ്രഹിക്കുവാൻ വേണ്ടിയുള്ള ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷി എന്ന് വിളിക്കുന്നു. അപഗ്രന്ഥനം എന്നും വിളിക്കുന്നു. ഇനി എന്താണ്? അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്രം രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ഉദ്ഗ്രന്ഥനം എന്ന് വിളിക്കുന്നത്. എന്താണ്? അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷി ഉദ്ഗ്രന്ഥനം എന്നാണ് വിളിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷി മൂല്യനിർണ്ണയം. എന്താണ് മൂല്യനിർണ്ണയം? ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷിയെ മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധയെ സ്വീകരണം എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയെ എന്ന് വിളിക്കുന്നു? സ്വീകരണം എന്ന് വിളിക്കുന്നു. ഇനി പഠന പ്രക്രിയ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തത്തെ എന്ത് വിളിക്കുന്നു? പ്രതികരണം എന്ന് വിളിക്കുന്നു. എന്താണ്? പഠന പ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായുള്ള പങ്കാളിത്തത്തെ എന്ത് വിളിക്കുന്നു? പ്രതികരണം എന്ന് വിളിക്കുന്നു. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിന് പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വില കൽപ്പിക്കൽ എന്ന് പറയുന്നത്. എന്താണ്? പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? വില കൽപ്പിക്കൽ എന്ന. വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതിനെയാണ് സംഘാടനം എന്ന് വിളിക്കുന്നത്. എന്താണ്? വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒത്തിണക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? സംഘാടനം എന്ന് വിളിക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധനേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയ അനുഭൂതി എന്ന് വിളിക്കുന്നത്. പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? അതിനെ ഇന്ദ്രിയ അനുഭൂതി എന്നാണ് വിളിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവാണ് നില അഥവാ സന്നദ്ധത എന്ന് വിളിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് അറിയപ്പെടുന്നതാണ് ഏത്? നില അഥവാ സന്നദ്ധത എന്ന് വിളിക്കുന്നത്. സങ്കീർണ നൈപുണ്യയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നത് മാർഗനിർദ്ദേശനൊത്ത പ്രതികരണമാണ്. എന്താണ്? സങ്കീർണ നൈപുണ്യത്തിൻ്റെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്ന എന്താണ്? മാർഗനിർദ്ദേശനൊത്ത പ്രതികരണമാണ്. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രവർത്തന തന്ത്രം എന്ന് വിളിക്കുന്നത്. എന്താണ് പ്രവർത്തന തന്ത്രം എന്ന് പറയുന്നത്? പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മറ്റു ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെ അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തന തന്ത്രം എന്നാണ് വിളിക്കുന്നത്. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈദ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രവർത്തന തന്ത്രം എന്ന് വിളിക്കുന്നത്. സങ്കീർണ ചലന മാതൃകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനമാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം എന്ന് വിളിക്കുന്നത്. എന്താണ് സങ്കീർണമായ ബാഹ്യ പ്രതികരണം എന്ന് പറഞ്ഞാൽ? എന്താണ്? സങ്കീർണ ചലന മാതൃകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനത്തെയാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം എന്ന് വിളിക്കുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്ത ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമയോജനം എന്ന് വിളിക്കുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്ത ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏത്? സമയോജനം എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക പ്രശ്നത്തിന് ഒത്ത ന്യൂനത ചലന മാതൃക സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് മൗലിക സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത ന്യൂനത ചലന മാതൃകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയെ എന്തെന്ന് വിളിക്കുന്നു? മൗലിക സൃഷ്ടി എന്ന് വിളിക്കുന്നു.
അധ്യാപകൻ്റെ ആസൂത്രണത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് അധ്യാപകൻ പ്ലാൻ ചെയ്തിട്ട് വരുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം എന്ന് വിളിക്കുന്നത്. എന്താണ്? അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പിനെ എന്തെന്ന് വിളിക്കുന്നു? ആസൂത്രണം എന്ന് വിളിക്കുന്നു. ആസൂത്രണം 3 വിധത്തിലാണുള്ളത്. ഒന്ന് വാർഷിക ആസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം, ദൈനംദിന ആസൂത്രണം. അപ്പോൾ എന്താണ്? അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പിനെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. അതായത് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? എന്താണ് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നു. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. എന്താണ്? ഫസ്റ്റ് വൺ വാർഷിക ആസൂത്രണമാണ്. ഒരു വർഷത്തേക്ക് വേണ്ട കരിക്കുലം മൊത്തം എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. മറ്റൊന്ന് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണമാണ്. ഒരു യൂണിറ്റ് എടുക്കുന്നു, ആ യൂണിറ്റുള്ള ചാപ്റ്റേഴ്സ് മൊത്തം എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. മറ്റൊന്ന് ദൈനംദിന ആസൂത്രണമാണ്. ഒരു ദിവസം അധ്യാപനം പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ 3 തരത്തിലുള്ള ആസൂത്രണമാണ് ഉള്ളത്. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത്. എന്താണ്? ഒരു അധ്യയന വർഷത്തിൽ വിവിധ ഘട്ടങ്ങളായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തെ എന്ന് വിളിക്കുന്നു? വാർഷിക ആസൂത്രണം എന്ന് പറയുന്നു. ഓരോ ക്ലാസ്സിലും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിലും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തെ എന്ന് വിളിക്കുന്നു? ദൈനംദിന ആസൂത്രണം എന്ന് വിളിക്കുന്നു. ഓരോ യൂണിറ്റിൻ്റെയും പാഠഭാഗങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ, കുട്ടി ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ശ്രവണം, അതുപോലെ തന്നെ വായന, ലേഖനം, സന്മാർഗ രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷ, ആഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയാണ് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്ര ആസൂത്രണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമഗ്ര ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവയുടെ വ്യവഹാര രൂപങ്ങൾ, സാഹിത്യകാരന്മാർ, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, ശ്രവണം, ഭാഷ, വായന, ലേഖനം, സന്മാർഗ രചന, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു മൊത്തം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്ലാനിങ്ങിന് എന്തൊക്കെ തരത്തിലുള്ള സാമഗ്രികളാണ് വേണ്ടത്. അതായത് ഒരു ചാപ്റ്റർ പഠിപ്പിക്കണമെങ്കിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, ആ കുട്ടിയിലേക്ക് നല്ല രീതിയിൽ ആ ഒരു നോളജ് എത്തുന്നതിന് വേണ്ടി ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? സമഗ്ര ആസൂത്രണം എന്ന് വിളിക്കുന്നത്. സമഗ്രമായ ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമമായി ഓരോ ദിവസവും ക്ലാസ് ചെയ്യേണ്ട പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ദൈനംദിന ആസൂത്രണം? സമഗ്ര ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി ഒരു ടോപ്പിക്കിന് ആ കുട്ടിയുടെ ഭാവന, ആ കുട്ടിയുടെ വായന, ലേഖനം, സന്മാർഗ രചന, അങ്ങനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് സമഗ്ര ആസൂത്രണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമഗ്ര ആസൂത്രണത്തിനെ അടിസ്ഥാനമാക്കി അതിന് ഒരു ക്രമത്തിനനുസരിച്ച് ഓരോ ദിവസവും ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കണം, അതിനനുസരിച്ച് വരുന്നതാണ് എന്ത്? ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വെക്കുന്നത് ടീച്ചിങ് മാനുവലിലാണ്. എവിടെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്? ടീച്ചിങ് മാനുവലിലാണ് ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തുന്നത്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമായി എഴുതാവുന്നതാണ്. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്യുന്നു? പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമായി എഴുതുന്നതാണ്. അതിനെയാണ് പ്രക്രിയ പേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനങ്ങൾ ഘട്ടമായി വിശദീകരിക്കുന്ന എഴുതാവുന്നതിനാണ് എന്ന് വിളിക്കുന്നത് പ്രക്രിയ പേജ് എന്ന് വിളിക്കുന്നത്. പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച് വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, പ്രവർത്തനം തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കാവുന്നതാണ്. ഇതിനെ വിലയിരുത്തൽ പേജ് എന്ന് പറയുന്നു. എന്താണ്? പഠന പ്രവർത്തനം പ്രവർത്തനം നടക്കുമ്പോൾ ക്ലാസ് മുറിയിൽ നടപ്പിലാക്കേണ്ട ഓരോ ഘട്ടത്തിലും നേരിടേണ്ട പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തലുകൾ, സ്വയം വിലയിരുത്തലുകൾ, അധ്യാപകരുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ എല്ലാം എന്ത് ചെയ്യുന്നു? വലതുഭാഗത്ത് രേഖപ്പെടുത്തുന്നു. ഈ ഒരു പേജിനെ വലതുഭാഗത്ത് രേഖപ്പെടുത്തുന്നത് എന്ന് വിളിക്കുന്നു? വിലയിരുത്തൽ പേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇടതുഭാഗത്ത് എന്തായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്? ടീച്ചിങ് മാനുവൽ ഇടതുഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഓരോ ഘട്ടത്തിൽ നടക്കേണ്ട വിശദമായി എഴുതാവുന്നതാണ്. അത് ടീച്ചിങ് മാനുവൽ ഇടതുവശത്തെ പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങളെ വിശദമായിട്ട് എഴുതുന്നതാണ് ഇവിടെ പ്രക്രിയ പേജ് എന്ന് പറയുന്നത്. പ്രക്രിയ പേജ് ഇടതുവശത്തും വിലയിരുത്തൽ പേജ് എവിടെയാണ്? വലതുവശത്തുമാണ് എഴുതി ചേർക്കുന്നത്. ഇനി വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ്. എന്താണ്? വിലയിരുത്തലുകളെ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് ഇത് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് വിളിക്കുന്നത്.
അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർ നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഫലപ്രദമായ രീതിയിൽ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് ലഭിക്കുന്ന വേദികളെ എന്തെന്ന് വിളിക്കുന്നു? ക്ലസ്റ്റർ യോഗങ്ങൾ എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ഉദ്ഗ്രഥിത പഠനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഉദ്ഗ്രഥിത പഠനം എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിലെ വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നില്ല. പുതിയ സമീപനം അനുസരിച്ച് 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു? ഓരോ സബ്ജക്റ്റിൻ്റെ ജോഗ്രഫി എന്നോ ഹിസ്റ്ററി എന്നോ എക്കണോമിക്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാ സബ്ജക്റ്റുകളും ഒരുമിച്ച് കൂട്ടിയിണക്കിയാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത്. ആ ഒരു രീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് വിളിക്കുന്നത്. ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കല തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃതി അനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഭാഷയായിക്കോട്ടെ, ഗണിതമായിക്കോട്ടെ, ശാസ്ത്രമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, കലാപരിപാടികളായിക്കോട്ടെ, മറ്റുള്ള വിഷയങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പഠനമാണ് ഉദ്ഗ്രഥിത പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വിഷയ അധിഷ്ഠിത പഠന പദ്ധതിയല്ല, ഒരു വിഷയത്തെ മാത്രം ഊന്നിക്കൊണ്ടുള്ള പഠന പദ്ധതിയല്ല എന്ത് ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പഠന രീതിയാണ്. കുട്ടിയിൽ ഉണ്ടാകേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമായി എത്തി എന്നറിയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് എന്താണ് വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടിയിൽ ഉണ്ടാകേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമായി എന്ന് അറിയുന്നതിന് വേണ്ടി പറയേണ്ടത് ആവശ്യമാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ അതിൽ മനസ്സിലാവാത്ത ഉണ്ടോ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് നടത്തുന്നത്? വിലയിരുത്തൽ നടത്തുന്നത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് എന്ത് പഠന നേട്ടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. മറ്റൊന്ന് നിരീക്ഷിക്കാവുന്ന, അളക്കാൻ കഴിയാവുന്നതുമാണ്, അതുപോലെ അളക്കാൻ കഴിയാവുന്നതുമാണ്. മറ്റൊന്ന് ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങളിൽ നേടാവുന്നതാണ്. മറ്റൊന്നെന്താണ്? ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങളിൽ നേടാവുന്നതാണ്. ആ പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളാവുന്നതാണ്, നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയാവുന്നതുമാണ്, ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങളിൽ നേടാവുന്നതാണ്. അപ്പോൾ ഇത്രയും എന്താണ് പഠന നേട്ടങ്ങളുടെ സവിശേഷതകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാപനവും മൂല്യനിർണ്ണയവുമാണ്. അതായത് മെഷർമെൻറ്റിനെ കുറിച്ചും ഇവാലുവേഷനെ കുറിച്ചുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയ. എന്താണ് മാപനം എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയയാണ് മാപനം എന്ന് വിളിക്കുന്നത്. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങിയ വിവിധ മാർഗം ഉപയോഗിച്ചാണ് നമുക്ക് മാപനം നടത്താം. അപ്പോൾ മാപനം എങ്ങനെയൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും? നിരീക്ഷണത്തിലൂടെയും ചോദ്യാവലിയിലൂടെയും അഭിമുഖത്തിലൂടെയൊക്കെ നമുക്ക് മാപനം അല്ലെങ്കിൽ മെഷർമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. മാപനം എന്തെന്നാണ്? പരിമാണികമാണ്. ഭൂതം ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് മാപനം. എന്താണ്? ഭൂതം ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് എന്ത് വിളിക്കുന്നത്? മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയ നമ്മൾ മാപനം അല്ലെങ്കിൽ മെഷർമെൻ്റ് എന്ന് വിളിക്കുന്നു. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങിയ വിവിധ മാർഗം ഉപയോഗിച്ചിട്ടാണ് ഈ മെഷർമെൻറ്റ് നടത്തുന്നത്. മാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിമാണികമാണ്. മാപനം എന്ന് പറഞ്ഞാൽ ഭൂതം ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഇത് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. മാപനം വസ്തുനിഷ്ഠമാണ്. എങ്ങനെയാണ്? വസ്തുനിഷ്ഠമാണ് മാപനം എന്ന് പറയുന്നത്. മാപനം ശാസ്ത്രീയവും കൃത്യതയുള്ളതുമാണ്, തുടർ പ്രവർത്തന പ്രക്രിയയല്ല. മാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുടർ പ്രക്രിയയല്ല അല്ലേ. മാപനം എന്ന് പറഞ്ഞാൽ തുടർ പ്രക്രിയയല്ല, പക്ഷേ ശാസ്ത്രീയവും കൃത്യതയുള്ളതുമാണ്. മാപനം തുടർ പ്രക്രിയയല്ല, പക്ഷേ ശാസ്ത്രീയവുമാണ്, കൃത്യത ഉള്ളതും ആണ്. മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു ഉപാധിയാണ് മാപനം. മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു ഉപാധി ഏതാണ്? അത് മാപനമാണ്. ഉദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുക, പഠന അനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഉദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുക, പഠന അനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ചോദകവും മാപനവും ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിനുള്ളത്. ചോദകവും മാപനവും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് എന്തിനുള്ളത്?
മൂല്യനിർണ്ണയത്തിന് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ചോദകവും മാപനവും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിനുള്ളത്. ഉദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുക, അനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. രൂപവൽക്കരിക്കുക, പഠനാനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ചോദകവും മാപനങ്ങളും ഒന്നും ഉള്ളുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിനുള്ളത്. ചോദകവും മാപനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് എന്തിനുള്ളത്, മൂല്യനിർണ്ണയത്തിന് ഉള്ളത്. ഇനി ഭൂതം, വർത്തമാനം, ഭാവി പ്രകടനങ്ങളെ ഗുണാത്മകമായി വിലയിരുത്തുന്നതാണ് മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നത്. ഭൂത, വർത്തമാന, ഭാവി പ്രകടനങ്ങളെ എല്ലാം ഗുണാത്മകമായി വിലയിരുത്തുന്നതിന് എന്ത് വിളിക്കുന്നു, മൂല്യനിർണ്ണയം എന്ന് വിളിക്കുന്നു. മൂല്യനിർണ്ണയം വ്യക്തിനിഷ്ഠമാണ്. മൂല്യനിർണ്ണയം എന്താണ്, വ്യക്തിനിഷ്ഠമാണ്. ഇത് ഗുണപരമായ വിലയിരുത്തലാണ്. എത്രത്തോളം നല്ലതാണ് എന്താണ് ഇത് പരാമർശിക്കുന്നത്. അപ്പോൾ മൂല്യനിർണ്ണയം വസ്തുനിഷ്ഠമാണ്, ഇത് ഗുണപരമായിട്ടുള്ള വിലയിരുത്തലാണ്, എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിനിഷ്ഠമാണല്ലേ. ഒരു അധ്യാപകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂല്യനിർണ്ണയം വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ വേറെ ഏത് രീതി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മൂല്യനിർണ്ണയം നടത്താനായിട്ട് സാധിക്കും. മൂല്യനിർണ്ണയം എന്നൊരു തുടർ പ്രക്രിയയാണ്. നമ്മൾ പറഞ്ഞിരുന്നു മാപനം എന്താണ്, മാപനം അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്ന തുടർ പ്രക്രിയ അല്ല, പക്ഷേ മൂല്യനിർണ്ണയം എന്താണ്, ഒരു തുടർ പ്രക്രിയ ആണ്. മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി വളരെ വിശാലമായതാണ്. മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് എന്താണ്, വളരെ അധ്യയനത്തെ ഫലപ്രദമാക്കുന്നത് പോലെ തന്നെ വിലയിരുത്തലും സഹായിക്കുന്നതാണ് വാചികമായ ചോദ്യങ്ങൾ. അധ്യയനത്തെ ഫലപ്രദമാക്കുന്നത് പോലെ തന്നെ വിലയിരുത്താനും സഹായിക്കുന്ന എന്താണ്, വാചികമായ ചോദ്യങ്ങളാണ്. അപ്പോൾ മൂല്യനിർണ്ണയം ഒരു തുടർ പ്രക്രിയയാണ്. മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി വളരെ വിശാലമാണ്. അധ്യയനത്തെ ഫലപ്രദമാക്കുന്നത് പോലെ തന്നെ വിലയിരുത്താനും സഹായിക്കുന്ന എന്താണ്, വാചികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ മാപനവും മൂല്യനിർണ്ണയവുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുകൂടാതെ എന്ത് ചെയ്ത് നോക്കി, അധ്യാപകൻ്റെ ആസൂത്രണം നോക്കി ഉദ്ഗ്രഥിത പഠനത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോന്നു. അപ്പോൾ എന്താണ് ചോദകം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നല്ലേ. എന്താണ് ചോദകം എന്ന് പറഞ്ഞാൽ, ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് നമ്മൾ ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ പലതരത്തിലുള്ള ചോദകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ആഴത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ചോദകങ്ങളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദകത്തെയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ പരിചയപ്പെട്ടു പോകാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാനകീകൃത ചോദകങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, മാനകീകൃത ചോദകങ്ങൾ, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അതിനെയാണ് മാനകീകൃത ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു അംഗീകാരം പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി, അപ്പോൾ ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷണങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മാനകീകൃത ചോദകങ്ങൾ ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷകളാണ് എന്ത്, ഈ ഒരു മാനകീകൃത ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്തുന്ന ചോദകങ്ങൾ. വ്യത്യസ്ത വിഭാഗങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്തുന്ന ചോദകമാണിത്. വിദ്യാർത്ഥി കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന പരീക്ഷാ രീതി. അപ്പോൾ എന്താണ്, വിദ്യാർത്ഥികളുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷാ രീതിയാണ് ഏത്, ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനസികത പരീക്ഷയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, വ്യക്തിഗത പരീക്ഷകൾ, സിദ്ധി പരീക്ഷകൾ, അഭിരുചി പരീക്ഷകളൊക്കെ എന്താണ്, എന്തിനുദാഹരണമാണ്, മാനകീകൃത ചോദകങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിനും ഉദാഹരണമാണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, വിദ്യാർത്ഥികളുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷാ രീതി. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വിദ്യാർത്ഥിയുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഈ കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, അപ്പോൾ അതിനൊരു ഗ്രേഡ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു ഗ്രേഡ് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഏത്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അധ്യാപക നിർമ്മിത ചോദകങ്ങൾ. എന്താണ് അധ്യാപക നിർമ്മിത ചോദകങ്ങൾ എന്ന് നോക്കാം. അത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റാണ് അധ്യാപക നിർമ്മിത ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു ക്ലാസ് റൂം ആവശ്യത്തിനായി മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ചോദകങ്ങൾ. എന്താണ്, ഒരു ക്ലാസ് റൂമിൻ്റെ ആവശ്യത്തിന് മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ചോദകങ്ങൾ എന്ന് വിളിക്കുന്നു അധ്യാപക നിർമ്മിത ചോദകങ്ങൾ എന്ന് വിളിക്കുന്നു. അധ്യാപക നിർമ്മിത ചോദകത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി അളക്കാൻ. മറ്റൊന്ന്, വിദ്യാർത്ഥി നിലവാരം അറിയാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ധാരണശക്തി അളക്കാൻ,
പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി അളക്കാൻ, വിദ്യാർത്ഥിയുടെ നിലവാരം അറിയാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നു? അധ്യാപക നിർമ്മിത ശോധകങ്ങൾ ഉപയോഗിക്കുന്നു, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ തയ്യാറാക്കുന്നതാണ് എന്ത്? അധ്യാപക നിർമ്മിത ശോധകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി. ഒരു കുട്ടി ഒരു ദിവസം പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ, അതായത് ദിവസങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അധ്യാപകനൊന്ന് ടെസ്റ്റ് നടത്തുന്നു. അല്ലെങ്കിൽ ആ കുട്ടി പഠിപ്പിച്ച കാര്യം എന്ത് കാര്യത്തെ ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ, കൃത്യമായിട്ടൊരു ധാരണ കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അല്ലെങ്കിൽ കുട്ടികളുടെ പഠന നിലവാരം അളക്കാനും ആ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ടാണ് അറിഞ്ഞു വച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് കുട്ടിക്ക് നല്ലൊരു ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കാനും ഒക്കെയാണ് അധ്യാപകൻ എന്ത് ചെയ്യുന്നത്? അധ്യാപക നിർമ്മിത ശോധകങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. അടുത്തതാണ് നിദാന ശോധകങ്ങൾ. എന്താണ് നിദാന ശോധകം എന്ന് പറഞ്ഞാൽ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെയാണ് നിദാന ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. പഠന പ്രക്രിയയ്ക്കിടയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങൾ പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകം. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തുക. അപ്പോൾ പഠന പ്രക്രിയയ്ക്കിടയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകങ്ങളെയാണ് നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രയാസമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ശോധകം. അപ്പോൾ എന്താണ് കുട്ടിക്ക് പ്രയാസമുള്ള ഭാഗങ്ങൾ, ഇന്ന ഭാഗം കുട്ടിക്ക് തീരെ മനസ്സിലായിട്ടില്ല, അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ റിപ്പീറ്റായിട്ട് കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പഠന രീതിയിലുള്ള കുറവുകളെ മനസ്സിലാക്കാനും അവയെ തരണം ചെയ്യാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു ശോധകമാണിത്. ഈ ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം പരിഹാര ബോധനമാണ്. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായി നൈപുണ്യ വികസനത്തിന് സഹായിക്കുന്ന ഒരു ശോധകമാണേത്? ഇത്തരത്തിലുള്ള നിദാന ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നിദാന ശോധകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് കുട്ടിക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം കാണുന്ന ഒരു രീതി. അപ്പോൾ ഡയഗ്നോസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ, എന്താണ് ആ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരു ടോപ്പിക്കാണ് കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കുന്നതെങ്കിൽ കുട്ടി ടീച്ചർ അത് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടിക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ആ പ്രയാസപ്പെട്ട ഭാഗത്തു നിന്ന് തന്നെ കുട്ടിയോട് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവനത് പറയാൻ കിട്ടുന്നുണ്ടോ, കറക്റ്റായിട്ട് അവൻ ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ? ഉത്തരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ എന്താണത് പഠിക്കാൻ പറ്റാത്തതിന് കുട്ടിക്കുണ്ടായ കാരണം എന്ന് ടീച്ചർ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണേത്? നിദാന ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് സിദ്ധി ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെയാണ് സിദ്ധി ശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം അധ്യാപകൻ രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന പരീക്ഷ രീതി. ഒരു പ്രത്യേക പാഠഭാഗങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞതിന് ശേഷം അധ്യാപന രീതിയിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്ന തയ്യാറാക്കുന്ന പരീക്ഷയാണേത്? സിദ്ധിശോധകങ്ങൾ. സിദ്ധിശോധകങ്ങൾക്ക് ഉദാഹരണം പറയുന്നത് വാചിക പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷയ്ക്ക് എന്നകത്ത് വരുന്നു. ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ വരുന്നതാണ്. ഇനി സിദ്ധിശോധകങ്ങളുടെ ധർമ്മം എന്താണ്? അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക. എന്താണ്? അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക, വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങി വിലയിരുത്താൻ സഹായിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ എന്ത് ചെയ്യുന്നു? വിലയിരുത്താനായിട്ടിത് സഹായിക്കുന്നു. അതുപോലെ സിദ്ധിശോധ നിർമ്മാണത്തിന് അടിസ്ഥാന ഘടകം ശ്രദ്ധാപൂർവമായ ശോധക ആസൂത്രണമാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്താണ്? ശോധക നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധാപൂർവമായ ശോധക ആസൂത്രണമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ സിദ്ധിശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം അധ്യാപക രീതിയിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന പരീക്ഷയാണ് സിദ്ധിശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റിനെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ സിദ്ധിശോധകങ്ങൾക്ക് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വാചിക പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ. അപ്പോൾ സിദ്ധിശോധകങ്ങളുടെ ധർമ്മം എന്താണ്? അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക, അധ്യാപക രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥിയുടെ ആശയഗ്രഹണം, അറിവ്, കഴിവ് തുടങ്ങി വിലയിരുത്താൻ സഹായിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥിയുടെ ആശയഗ്രഹണം, കുട്ടികൾക്ക് എത്രമാത്രം ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അതുപോലെ കുട്ടികളുടെ അറിവ് എത്രമാത്രമുണ്ട്, കുട്ടിയുടെ കഴിവ് എത്രമാത്രമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ എന്തിലൂടെ സാധിക്കും? ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ശ്രദ്ധാപൂർവമായ ശോധക ആസൂത്രണമാണ്. ശ്രദ്ധാപൂർവമായിട്ടുള്ള ശോധക ആസൂത്രണമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ബുദ്ധിശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രതിഭാസമ്പന്നരെ
തിരഞ്ഞെടുക്കുന്നതിനായി ബുദ്ധി നിലവാരം അളക്കുന്നതിനുള്ള ടെസ്റ്റ്. അപ്പോൾ പ്രതിഭാസമ്പന്നരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ബുദ്ധി നിലവാരം എത്രമാത്രം ഉണ്ട് എന്ന് അളക്കുന്നതിനുള്ള ടെസ്റ്റിനെയാണ് ബുദ്ധിശോധകങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിഷയവിവരണങ്ങളാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിഷയവിവരണത്തെ എന്ത് വിളിക്കുന്നു, ഉള്ളടക്കം എന്ന് വിളിക്കുന്നു. ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിനുമുള്ള പ്രധാന കണക്കിലെടുത്ത് തയ്യാറാക്കുന്നതാണ് ചോദ്യ മാതൃക. അപ്പോൾ ഉദ്ദേശങ്ങൾക്കും ഉള്ളടക്കത്തിലുമുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് തയ്യാറാക്കുന്നതിനെ എന്ത് വിളിക്കുന്നു, ചോദ്യ മാതൃക എന്നാണ് വിളിക്കുന്നത്. സങ്കീർണമായിട്ടുള്ള നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃകയാണ് ഉപാസന്യ മാതൃക. സങ്കീർണമായ നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃകയെ എന്തെന്ന് വിളിക്കുന്നു, ഉപന്യാസ മാതൃക എന്ന് വിളിക്കുന്നു. അപ്പോൾ സങ്കീർണ നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃകയെ ഉപന്യാസ മാതൃക എന്നാണ് വിളിക്കുന്നത്. ലളിത നൈപുണ്യങ്ങൾ വളർത്താൻ ഉപയോഗിക്കുന്ന വസ്തുനിഷ്ഠ മാതൃകയാണ് ചോദ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ലളിത നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നത് വസ്തുനിഷ്ഠ മാതൃകയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലളിത നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്, വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളാണ്. വളരെ എളുപ്പം, ശരാശരി, കഠിനം എന്നിങ്ങനെ 3 വിഭാഗ ചോദ്യങ്ങൾ സന്തുലനമായി ഉപയോഗിച്ച് ശോധകത്തെ ഫലപ്രദമായി എത്തിക്കാം. അപ്പോൾ എന്താണ്, 3 രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ തരംതിരിക്കാം. ഒന്ന് വളരെ എളുപ്പമുള്ളത്, ഒരു ശരാശരി നിലവാരം പുലർത്തുന്നത്, വളരെ കഠിനമായിട്ടുള്ളത്. ഇങ്ങനെ 3 വിഭാഗം ചോദ്യങ്ങളെ സന്തുലിതമായി ഉപയോഗിച്ച് ശോധകത്തെ ഫലപ്രദമായി എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളും ശരാശരി ഉള്ളവയും കാഠിന്യമുള്ളവയും ഒക്കെ എങ്ങനെയാണ്, ഒരേ പാറ്റേൺ രീതിയിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഉദ്ദേശങ്ങൾ, ഉള്ളടക്കം, ചോദ്യം, മാതൃകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ത്രിമാന ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്, ശോധകത്തിൻ്റെ ഉദ്ദേശങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം, ചോദ്യ മാതൃകകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ത്രിമാന ചാർട്ടിനെ എന്തെന്ന് വിളിക്കുന്നു, ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നു. ആകെ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം, വിവിധ ചോദ്യങ്ങൾ, കൈവരിക്കുന്ന ഉദ്ദേശങ്ങൾ, അവയുടെ പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കുന്ന ബ്ലൂ പ്രിൻ്റിലൂടെയാണ്. ആ ബ്ലൂ പ്രിൻ്റിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ആകെ എത്ര ചോദ്യങ്ങളുടെ ഉണ്ട് എന്ന്, ആകെ എത്ര ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക്, അതിൽ ഓരോ യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം, എത്ര യൂണിറ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ, വിവിധ ചോദ്യങ്ങൾ കൈവരിക്കാനുള്ള ഉദ്ദേശങ്ങൾ, ഓരോ ചോദ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഉദ്ദേശങ്ങൾ, അവയുടെ പ്രാധാന്യം, ഓരോ ചോദ്യത്തിൻ്റെയും പ്രാധാന്യം എന്ത്, ഇവയെല്ലാം നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ബ്ലൂ പ്രിൻ്റിലൂടെ മനസ്സിലാക്കാൻ. ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തര പരിശോധനയ്ക്ക് തയ്യാറാക്കേണ്ടത് എന്താണ്, മാർഗരേഖയാണ്. പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തര പരിശോധനയ്ക്കായിട്ട് എന്ത് തയ്യാറാക്കണം, ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ചോദ്യ അപഗ്രന്ഥനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ പരിശോധിക്കുന്ന രീതി എന്ന് വിളിക്കുന്നു ചോദ്യ അപഗ്രന്ഥനം എന്ന് വിളിക്കുന്നു. അപ്പോൾ പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തര പരിശോധനയ്ക്കായി തയ്യാറാക്കേണ്ടതാണ് എന്ത്, മാർഗരേഖ എന്ന് പറയുന്നത്. ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യമുള്ള ചോദ്യം കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന എന്തിലൂടെയാണ്, വിവിധ തരം മൂല്യനിർണ്ണയത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മൂല്യനിർണ്ണയമുണ്ട്, അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 2 തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് സംരചനാ മൂല്യനിർണ്ണയം, മറ്റൊന്നെന്താണ്, അത്യാന്തിക മൂല്യനിർണ്ണയം. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, അങ്ങനെ 2 രീതിയിലുള്ള മൂല്യനിർണ്ണയം, സംരചനാ മൂല്യനിർണ്ണയം, അത്യാന്തിക മൂല്യനിർണ്ണയം, അങ്ങനെ 2 തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് ഉള്ളത്. ഇനി എന്താണ് സംരചനാ മൂല്യനിർണ്ണയം, എന്താണ് ആത്യാന്തിക മൂല്യനിർണ്ണയം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സംരചനാ മൂല്യനിർണ്ണയം, അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്നതാണ് എന്ത്, ഈ ഒരു സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. പ്രതിപുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീഡ്ബാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് നൽകുന്ന തരത്തിലുള്ള മൂല്യനിർണ്ണയമാണ് ഏത്, സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്.
പോരായ്മകളെ അപ്പോൾ പരിഹരിക്കാവുന്ന മൂല്യനിർണ്ണയ രീതി. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉടനടി തന്നെ എന്താണ് ആ ഒരു പോരായ്മ പരിഹരിച്ച് പോകാനുള്ള മൂല്യനിർണ്ണയ രീതിയാണ് ഏത്, ഫോർമേറ്റീവ് വാല്യുവേഷൻ അല്ലെങ്കിൽ സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പഠിപ്പിച്ച ഭാഗത്ത് തന്നെ കുട്ടിയോട് വേഗം തന്നെ അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു, ഇപ്പോൾ ടീച്ചർ എന്താണ് പറഞ്ഞത് അതൊന്നും പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് അപ്പോൾ സിറ്റുവേഷനിൽ കൊടുക്കുന്ന രീതിയിലുള്ളൊരു മൂല്യനിർണ്ണയമാണ് ഏത്, ഈ ഒരു സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായി നടക്കുന്ന മൂല്യനിർണ്ണയമാണ്, പോരായ്മകളെ അപ്പോൾ പരിഹരിക്കാനുള്ള മൂല്യനിർണ്ണയ രീതിയാണ്, ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് നൽകുന്ന മൂല്യനിർണ്ണയമാണ് ഏത്, സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. അപ്പോൾ എന്താണ് ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഓരോ യൂണിറ്റ് പാഠഭാഗവും പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയം. അതായത് ഫോർമേറ്റീവ് മൂല്യനിർണ്ണയത്തിൻ്റെ സംരചനാ മൂല്യനിർണ്ണയത്തിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്, ഈ ഒരു ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ പഠനം നടക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി പഠിക്കുന്നുണ്ടോ, കറക്റ്റാണോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തുന്നു. നേരത്തെയാണ് ഈ പഠിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു യൂണിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഒരു യൂണിറ്റ് അവസാനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനമാണ് ഇവിടെ വിലയിരുത്തുന്നത്. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തുന്നു. ഓരോ അധ്യയനത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം. ഒരു അധ്യയന വർഷം, അതായത് ഒരു വർഷം ഒരു കോഴ്സ് അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടേം അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോഴ്സ് അവസാനിക്കുമ്പോഴോ ഒക്കെയാണ് എന്ത് നടത്തുന്നത്, ഈ ഒരു ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്. ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന രീതി ഏതാണ്, അത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ്. കാരണം എന്താണ്, അവസാനിക്കുമ്പോൾ അതായത് ഒരു സെമസ്റ്റർ അവസാനിക്കുമ്പോഴൊക്കെയാണ് ഈ മൂല്യനിർണ്ണയം നടത്തുക. അപ്പോൾ ആ കുട്ടിയെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5ാം ക്ലാസ് പഠിക്കുന്ന പരീക്ഷ നടത്തുന്നു, എന്നിട്ട് പിന്നെ ആ കുട്ടിയുടെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും 6ാം ക്ലാസ്സിലേക്ക് കുട്ടി ജയിക്കുകയോ വേണ്ടയോ എന്നൊക്കെ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു വിലയിരുത്തൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വിലയിരുത്തി നടക്കുന്നു. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അതായത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി. പക്ഷേ സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആത്യന്തിക ഇവാലുവേഷൻ എന്താണ്, ഒരു കോഴ്സിൻ്റെ അവസാനമോ ഒരു സെമസ്റ്ററിൻ്റെ അവസാനമോ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ അവസാനമോ ഒക്കെ കുട്ടി പഠിക്കുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എന്താണ് ഈ ഒരു വിലയിരുത്തൽ നടത്തുന്ന ഈ രീതി. ഇനി മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പലതരത്തിലുള്ള മൂല്യനിർണ്ണയ ഉപകരണങ്ങളുണ്ടല്ലേ, അത് ഓരോന്നും എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ചെക്ക് ലിസ്റ്റ് ആണ്. കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താനുള്ള ഒരു ദ്വിമാന പട്ടിക. കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താനുള്ള ഒരു ദ്വിമാന പട്ടികയാണെന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് റേറ്റിംഗ് സ്കെയിൽ. എന്താണ് റേറ്റിംഗ് സ്കെയിൽ? കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കുക. കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഉപാഖ്യാന രേഖ എന്താണ്, ഗ്ലാസ്സിനകത്തും പുറത്തും നടക്കുന്ന കുട്ടികളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അപ്പോൾ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, കുട്ടി പുറത്ത് എങ്ങനെയാണ്, ഒരു ഗ്ലാസ്സിനപ്പുറം അവന് സ്കൂൾപരമായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുട്ടിയുടെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുന്നതാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. കുട്ടികളുടെ താല്പര്യങ്ങൾ, അഭിരുചികൾ, വ്യക്തിത്വ സവിശേഷതകൾ ഇവ നിർണ്ണയിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ താല്പര്യങ്ങൾ, അവർ ഡാൻസിനാണോ പാട്ടിനാണോ അതോ എക്സ്ട്രാ കരിക്കുലർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ ഉള്ളത്, അവൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ സവിശേഷതകൾ നിർണ്ണയിക്കുന്നതാണ് ഏത്, ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി സഞ്ചിത ലേഖം. അതെന്താണ്, കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തുന്ന രേഖപ്പെടുത്തുന്നു. എന്താണ് അതെന്ന് പറയുന്നത്, കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് ഏത്, സഞ്ചിത ലേഖം എന്ന് വിളിക്കുന്നത്. അതായത് ക്യുമുലേറ്റീവ് റെക്കോർഡിനെയാണ് സഞ്ചിത ലേഖം എന്ന് പറയുന്നത്. ഇനി ശോധകങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റുകളാണ്. അപ്പോൾ വാചിത ശോധകമുണ്ട്, നിർവഹണ ശോധകമുണ്ട്, ലിഖിത ശോധകമുണ്ട്. വാചിത ശോധകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓറൽ ടെസ്റ്റിനെയാണ് വാചിത ശോധകം എന്ന് വിളിക്കുന്നത്. ലിഖിത ശോധകം എന്താണ്, നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എഴുതുന്ന ടെസ്റ്റാണ് ഏത്, ലിഖിത ശോധകം. ഇനി നിർവഹണ ശോധകം എന്താണ്, പെർഫോമൻസ് ടെസ്റ്റിനെയാണ് നിർവഹണ ശോധകം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ശോധകം എന്ന് നമുക്ക് നോക്കാം. ഒരു ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ
പഠിതാക്കളിൽ നിന്നും ഉദ്ദേശ പ്രതികരണം ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലി. ബോധക പ്രക്രിയ നടത്തുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് എന്ന് വിളിക്കുന്നത് ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ചോദകം എന്ന് വിളിക്കുന്നത്. ഓറൽ ടെസ്റ്റ്. എന്താണ്? പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധി. എന്തെന്ന് അവർ സംസാരിക്കുന്നു, അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അധ്യാപകൻ ചോദിക്കുന്നു, കുട്ടി അതിന് മറുപടി പറയുന്നു, അത് കുട്ടി മറുപടി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ വീണ്ടും കുട്ടിയോട് ചോദിക്കുന്നു, കുട്ടി വീണ്ടും അതിന് മറുപടി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരൊരു ഓറലായിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? അവിടെ ഒരു ടെസ്റ്റ് നടക്കുന്നത്. വാചക ചോദകത്തിന്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ്. എന്താണ് ഈ ഒരു വാചക ചോദകത്തിന്റെ ഉദ്ദേശം? എന്താണ് വാചക ചോദകത്തിന്റെ പ്രധാന ലക്ഷ്യം? ചിട്ടയോടും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ്. അതായത് ഒരു കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിൽ ആ ഒരു ചോദ്യം മനസ്സിലാക്കി വിദ്യാർത്ഥി അതിന് സ്പെസിഫൈ ആയിട്ട് ആ കറക്റ്റ് ആൻസർ ആ കുട്ടിക്ക് നല്ല സമർത്ഥമായിട്ട് സാമർത്ഥ്യത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ടോ? അതാണ് എന്ത് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഓറൽ ടെസ്റ്റിലൂടെ അധ്യാപകൻ നോക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് നിർവഹണ ചോദകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നിർവഹണ ചോദകം എന്ന് പറഞ്ഞാൽ? അത് പെർഫോമൻസ് ടെസ്റ്റ്. വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? നിർവഹണ ചോദകം അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് ആണ്. ഇനി വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതോടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതി ഏതാണ്? ലിഖിത ചോദകമാണ്. അപ്പോൾ വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം, അതായത് എഴുത്തിലൂടെ എന്താണ് ഉത്തരം നൽകുന്ന രീതിയാണ് ഏത്? ലിഖിത ചോദകം അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു നല്ല ചോദകത്തിൻ്റെ എന്താണ് ഗുണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് സാധുത, വിശ്വസ്തത, പ്രായോഗികം, വസ്തുനിഷ്ഠം, വിവേചന ശേഷി, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത. ഇത്രയുമാണ് എന്ത്? ഒരു നല്ല ചോദകത്തിൻ്റെ ഗുണങ്ങൾ. ഏതാണ്? സാധുത, വിശ്വസ്തത, പ്രായോഗികം, വസ്തുനിഷ്ഠത, വിവേചനശേഷി, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത. ഇത്രയുമാണ് ഒരു നല്ല രീതിയിലുള്ള ചോദകത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോദകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ചോദകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള ചോദകമാണുള്ളത്. ഏതൊക്കെ? വാചിക ചോദകം, ഓറൽ ടെസ്റ്റ്. അധ്യാപകൻ ചോദ്യം ചോദിക്കുന്നു, വിദ്യാർത്ഥിന് മറുപടി പറയുന്നു, ആ ഒരു മറുപടിയിൽ നിന്ന് അധ്യാപകൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നു, വിദ്യാർത്ഥിന് വീണ്ടും ഉത്തരം പറയുന്നു. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ആ ഒരു ഓറലായിട്ട് തന്നെ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അതിലേക്ക് ആൻസർ പറഞ്ഞെത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് വാചിക ചോദകം എന്ന് വിളിക്കുന്നത്. ലിഖിത ചോദകം എന്താണ്? ചോദ്യത്തിന് ഉത്തരം കുട്ടി എന്ത് ചെയ്യുന്നു? എഴുതുന്നു, പേപ്പറിൽ എഴുതി, അല്ലെങ്കിൽ ഒരു പരീക്ഷ രീതിയിൽ എഴുത്ത് പരീക്ഷയിലൂടെ ആ ഉത്തരം കുട്ടി സോൾവ് ചെയ്യുന്ന രീതി. ഇനി നിർവഹണ ചോദകം എന്താണ്? വിദ്യാർത്ഥികൾ അവരുടെ അറിവുകൾ. അപ്പോൾ നിർവഹണ ചോദകം എന്തായിരുന്നു? വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിപ്പോയത്? വിവിധ തരം മൂല്യനിർണ്ണയമാണ് നോക്കിപ്പോയത്. അപ്പോൾ നമ്മൾ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് നോക്കിയിരുന്നു. മൂല്യനിർണ്ണയത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നോക്കി. ഇനി നമുക്ക്